ലോക സിനിമയിലെ ദുൽഖറിന്റെയും ടൊവിനോയുടെയും കഥാപാത്രങ്ങളുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ട അണിയറ പ്രവർത്തകർ ഒടിയനായ ദുൽഖർ സൽമാൻ ചാർലി എന്ന പേരിലും ചാത്തനായ ടൊവിനോ തോമസ് മൈക്കിൾ എന്ന പേരിലുമാണ് ലോകയിലെത്തുന്നത്. ഇരുവരുടെയും കഥാപാത്രങ്ങൾ ചിത്രത്തിൽ സർപ്രൈസ് കഥാപാത്രങ്ങളായിരുന്നു. ലോകയുടെ രണ്ടാം ഭാഗത്തിൽ ചാത്തനായ ടൊവിനോയുടെ കഥയായിരിക്കുമെന്ന സൂചനകൾ മുൻപ് പുറത്തു വന്നിരുന്നു. രണ്ടാം ഭാഗത്തിലും ശക്തരായ സൂപ്പർ ഹീറോസായി ദുൽഖറും ടൊവിനോയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. കാന്താര 2-ന്റെ വിലക്ക് നീങ്ങി. തിയേറ്റർ കളക്ഷന്റെ 50% വിതരണക്കാർക്ക് നൽകുമെന്നും കേരളത്തിൽ സിനിമ പ്രദർശിപ്പിക്കുമെന്നും ഫിയോക് അറിയിച്ചു. സിനിമയുടെ ആദ്യ 2 ദിവസത്തെ കളക്ഷനിൽ 55% ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് സിനിമ കേരളത്തിൽ വിലക്കിയിരിക്കുന്നത്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് സിനിമ കേരളത്തിലെത്തിക്കുന്നത്. അജയന്റെ രണ്ടാം മോഷണം ചിത്രത്തിലെ മണിയൻ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള സ്പിൻ ഓഫ് സിനിമ വരുന്നു എന്ന സൂചന നൽകിയിരിക്കുകയാണ് സംവിധായകൻ ജിതിൻ ലാൽ. ARM പുറത്തിറങ്ങി 1 വർഷമാകുന്നതിന്റെ വേളയിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സംവിധായകൻ ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ ഓണക്കാലത്ത് തിയേറ്ററുകളിലെത്തിയ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം വലിയ വിജയം നേടിയിരുന്നു. സിനിമയുടെ തിരക്കഥാകൃത്തായ സുജിത് നമ്പ്യാർ മണിയൻ എന്ന കഥാപാത്രത്തിനെ ചുറ്റിപ്പറ്റിയുള്ള സിനിമയുടെ എഴുത്തിലാണെന്നും ചിത്രം ഉടൻ വരുമെന്നും ജിതിൻ പറഞ്ഞു. വിജയ് ചിത്രമായ ജനനായകനും ശിവകാർത്തികേയൻ ചിത്രം പരാശക്തിയും 2026 പൊങ്കലിന് ഏറ്റുമുട്ടാനൊരുങ്ങുന്നു. ജനുവരി 14-നാണ് പരാശക്തി തിയേറ്ററിലെത്തുന്നത്. ജനുവരി 9-നാണ് ജനനായകൻ പുറത്തിറങ്ങുന്നത്. ഇതിനോടകം പുറത്തു വന്ന സിനിമകളുടെ പോസ്റ്ററുകൾക്ക് വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. രാഷ്ട്രീയ പ്രവേശത്തിന് മുന്നോടിയായി വിജയ് അഭിനയിക്കുന്ന അവസാന സിനിമയായതിനാൽ വലിയ പ്രതീക്ഷയാണ് ജനനായകൻ എന്ന ചിത്രത്തിന് മേലുള്ളത്. അതേസമയം പരാശക്തി എന്ന ചിത്രം ശിവകാർത്തികേയന്റെ കരിയറിലെ ഏറ്റവും ചെലവേറിയ സിനിമയായിട്ടാണ് ഒരുങ്ങുന്നത്.